ആ KSRTCയിലുള്ള ഒരാൾക്ക് ഒരു പെരുന്നാൾ കൂടാൻ 2 കാരയ്ക്ക വാങ്ങാനുള്ള പെൻഷനെങ്കിലും കൊടുത്തിട്ട് വന്ന് സർക്കാരിന്റെ മേന്മയെ പറ്റി സംസാരിക്കും. പ്രിയ സുഹൃത്തെ, സർക്കാർ ജോലി കൊടുത്തതിന്റെയൊക്കെ DYFI നേതാവിന്റെയൊക്കെ വിശദീകരണം കേട്ടാൽ സത്യം പറഞ്ഞ സുഹൃത്തെ, പ്രിയ സുഹൃത്തെ, ഒന്നും തോന്നരുത്, ഓക്കാനം വരികയാണ്. ഇപ്പൊ എന്തായാലും DYFIയുടെ നേതാവിനെ ഇതുവരെ ഇന്ന് വരെയും ഇനി ഒരു 5 നൂറ്റാണ്ട് കഴിഞ്ഞാലും ഒരു പ്രധാനമന്ത്രി ഉണ്ടാകാത്തതുകൊണ്ട് താങ്കൾ ഇതിന് മറുപടി പറയേണ്ട. ഒന്നാമത്തെ കാര്യം പ്രിയപ്പെട്ട സനോജ് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്നത് DYFIയുടെ ചോദ്യത്തിന് മറുപടി പറയാനല്ല. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് DYFI എന്നൊരു സംഘടന ഇന്ത്യയിൽ ഉണ്ടെന്ന് പോലും പ്രധാനമന്ത്രിക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി. പണ്ട് മാർക്കണ്ഡേയ കഡ്ജുവിന്റെ അടുത്ത് ഇവരുടെ അഖിലേന്ത്യാ നേതാവ് ചെന്നപ്പോൾ DYFI ഏതാണെന്ന് ചോദിച്ച ഒരു സംഭവം ഞാൻ ഓർത്തുകൊണ്ടൊക്കെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് DYFI എന്ന് പറയുന്നൊരു സംഘടന നിങ്ങൾ അഖിലേന്ത്യ എന്നും അഖില ലോകം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഇവിടെ ഈ പറഞ്ഞ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് ആരെയും സംബന്ധിച്ച് വലിയ സംഭവമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അതിന് മറുപടി പറയാനൊന്നും അല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരുന്നത് എന്ന് മാത്രമല്ല. സനോജ്, DYFI ചോദിച്ച ചോദ്യത്തിന് എന്തിനാ നരേന്ദ്രമോദി? ഞങ്ങൾ പോരെ? നിങ്ങൾ ചോദിക്കൂ, ഞാൻ മറുപടി പറയാം. ഇതിനൊക്കെ നരേന്ദ്രമോദിയെ പോലെയുള്ള ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മറുപടി പറയണമെന്നൊക്കെ ഉള്ളത് വലിയ കടന്ന ആശയല്ലേ സനോജെ? മോദി നിങ്ങൾക്ക് മറുപടി പറയുന്നതിലൂടെ നിങ്ങളൊന്ന് വലുതാകാമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകാം, അത് ആയിക്കോട്ടെ. ഇതിനൊന്നും മോദിയുടെ ആവശ്യമില്ല. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു യുവമോർച്ചയുടെ ഒരു ജില്ലാ പ്രസിഡന്റിനെ വിളിച്ച് നിങ്ങൾ ചോദിച്ചോ, മറുപടി ഞങ്ങൾ പറഞ്ഞുതരാം. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. ഇപ്പൊ രാജ്യത്തെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തെ പറ്റിയൊക്കെ പറയുന്നു. സനോജ്, നമ്മൾ ഈ പറഞ്ഞ 4% തൊഴിലില്ലായ്മ, 8% തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോൾ എവിടെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തൊഴിൽ എന്ന് പറഞ്ഞാൽ സർക്കാർ നൽകുന്നത് മാത്രമാണ് തൊഴിലെന്നാണോ DYFI പഠിച്ചു വെച്ചിരിക്കുന്നത്? അതിന്റെ കുഴപ്പമാണത്. എന്താ എന്റെ ഉദ്ദേശം? തൊഴിൽ എന്ന് പറഞ്ഞാൽ സർക്കാർ നൽകുന്നത് മാത്രമല്ല സനോജെ. ഈ രാജ്യത്ത് അവനവന്റെ വരുമാനത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പണിയും തൊഴിലാണ്. സർക്കാർ തന്നെ തൊഴിൽ നൽകണം. അതിന് നിങ്ങൾ നടത്തുന്ന PSC വഴി നിങ്ങളുടെ സഖാക്കന്മാർക്ക് AKG സെന്റർ വഴിയും ക്രിമിനൽ കേസിലെ പ്രതികൾക്കൊക്കെ ജോലി കൊടുക്കുന്ന നിങ്ങളുടെ സംവിധാനം ഉണ്ടാകും. പക്ഷെ ഞങ്ങളുടെ സംവിധാനം അങ്ങനെയല്ല. രാജ്യത്ത് 23 ലക്ഷം കോടി രൂപയാണ് മുദ്ര ഇടപാടുകൾ വഴി രാജ്യത്തെ ചെറുപ്പക്കാർക്ക് ഈടില്ലാത്ത വായ്പ കൊടുത്തിട്ടുള്ളത്. അത് MSC ആണ്. 29.55 കോടി സംരംഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ 70% വനിതകൾക്കാണ് കൊടുത്തത് എന്നുകൂടി DYFI നേതാവ് മനസ്സിലാക്കുക. സ്റ്റാർട്ടപ്പ് മിഷൻ, അതായത് സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായി അവർ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംരംഭങ്ങൾ നടത്തുന്ന സ്റ്റാർട്ടപ്പ് മിഷൻ കഴിഞ്ഞ 8 വർഷം കൊണ്ട് 84,000 എണ്ണം ഇന്ത്യയിൽ തുടങ്ങിയിട്ടുണ്ട്. ലോകത്തിലെ 3ാമത്തെ റാങ്കാണ് ഇന്ത്യക്ക്. രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ കേവലം 74 എയർപോർട്ടുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നത് 148 വിമാനത്താവളങ്ങൾ രാജ്യത്ത് നിർമ്മിച്ചു കഴിഞ്ഞു. മെഡിക്കൽ കോളേജുകൾ 400 എണ്ണമായിരുന്നെങ്കിൽ ഇന്ന് 670 മെഡിക്കൽ കോളേജുകളുണ്ട്. അങ്ങനെയൊക്കെ വഴിയില്ല. മോദി വാർത്താ സമ്മേളനങ്ങൾ നടത്താൻ വൈമുഖ്യമുള്ള ആളാണ്. ഇതാണ് ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ശരി, മഞ്ജുഷിന്റെ ചോദ്യം ഞാൻ ഏറ്റവും അവസാനം അഡ്രസ് ചെയ്യാം. അതിനു മുമ്പ് ഇവിടെ രണ്ടുപേരും പറഞ്ഞ കുറേ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. എങ്ങനെയാണ് നമ്മളുടെ കാര്യങ്ങളെ വളച്ചൊടിച്ചു കൊണ്ടുപോകുന്നതിന്റെ ക്ലാസിക് എക്സാമ്പിളാണ് ഇപ്പൊ ഈ DYFIയുടെ സുഹൃത്ത് സംസാരിച്ചത്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഞാൻ പറഞ്ഞത് DYFIക്ക് പരിപാടി നടത്താൻ അവകാശമില്ല എന്ന് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റിയ ആളല്ല നരേന്ദ്രമോദി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും, അത് നടക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ നയം നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. സർക്കാർ ജോലിയിൽ ഒരു ഫാനിന്റെ ചുവട്ടിലോ AC-ലോ ഇരുന്ന് കാലക്ഷേപം കഴിക്കാൻ മാത്രമല്ല ഇന്ത്യൻ ചെറുപ്പക്കാരെ വേണ്ടത്. അവർ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അവരുടെ ഉള്ളിലെ എന്റർപ്രണർഷിപ്പ് ഉണർത്തി അവരെ സംരംഭകരാക്കുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ നയം. സർക്കാർ ജോലി കൊടുത്തതിന്റെയൊക്കെ DYFI നേതാവിന്റെയൊക്കെ വിശദീകരണം കേട്ടാൽ സത്യം പറഞ്ഞ സുഹൃത്തെ, പ്രിയ സുഹൃത്തെ, ഒന്നും തോന്നരുത്, ഓക്കാനം വരികയാണ്. ആ KSRTCയിലുള്ള ഒരാൾക്ക് ഒരു പെരുന്നാൾ കൂടാൻ 2 കാരയ്ക്ക വാങ്ങാനുള്ള പെൻഷനെങ്കിലും കൊടുത്തിട്ട് വന്ന് സർക്കാരിന്റെ മേന്മയെ പറ്റി സംസാരിക്കും. പ്രിയ സുഹൃത്തെ,
എന്തിനാണ് എന്താണ് പറയുന്നത്, ഒരു സിനിമയിൽ ചോദിച്ചത് എന്ത് പ്രഹസനമാണ് സജി എന്ന് ചോദിച്ചതുപോലെ ഇത്രയും വലിയ പ്രഹസനമുണ്ടോ? പിന്നെ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോയെ പറ്റി ഇവിടെ അജീസ് ബെൻ മാത്യൂസ് അധിക്ഷേപിക്കുന്നുണ്ടായിരുന്നു. താങ്കൾ ആ കണക്ക് പരിശോധിച്ചിട്ടുണ്ടോ സുഹൃത്തെ? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്കൂളിൽ നിന്ന് പഠിത്തം നിർത്തിപ്പോകുന്ന പെൺകുട്ടികളുടെ എണ്ണ 80% കുറഞ്ഞു എന്ന് ഇന്ത്യ സർക്കാരിന്റെ റിപ്പോർട്ടുണ്ട്. താങ്കൾ വെറുതെ ഇവിടെ വന്ന് ബ്ലാബ്ലാ പറയരുത്. പിന്നെ ഡിവൈഎഫ്ഐയുടെ സുഹൃത്ത് ഇവിടെ പറഞ്ഞു തേഞ്ഞ ഒരു ആരോപണം വീണ്ടും ഉന്നയിക്കുന്നുണ്ടായിരുന്നു, മോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിനെ പറ്റി. എന്റെ സുഹൃത്തെ, ഈ ഒരു ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന കേരളത്തിലെങ്കിലും വലിയ സംഘടനയാണെന്ന് അംഗീകരിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ സ്വയം പരിഹാസ്യനാകരുത്, വെറുതെ ചിരിപ്പിക്കരുത്. ഡിവൈഎഫ്ഐയിലുള്ള ആൾക്കാർക്ക് എഴുത്തും വായനയും അത്യാവശ്യം അറിയാം, ഇന്റർനെറ്റ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് 4-5 വർഷങ്ങൾക്ക് മുമ്പ് ദില്ലിയിൽ അമിത്ഷായും പാർട്ടിയുടെ മറ്റൊരു ജനറൽ സെക്രട്ടറിയും ചെന്ന് വാർത്താ സമ്മേളനം നടത്തി പുറത്തു വിട്ടിട്ടുണ്ട് എന്നും ഒന്ന് ഗൂഗിൾ ചെയ്താൽ താങ്കൾക്ക് കിട്ടാവുന്നതുള്ളതേ ഉള്ളൂ. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? പ്രധാനമന്ത്രിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ആർക്കാ അറിയാത്തത്? ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ന്യൂസ് 18 കണ്ടുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് പ്രേക്ഷകരുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ പ്രിയ സുഹൃത്ത് ചോദിച്ച ആ ഒരു ചോദ്യം എത്രമാത്രം ബ്ലണ്ടറാണ് എന്ന് ദയവേത് പ്രേക്ഷകരെങ്കിലും മനസ്സിലാക്കണം. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ, സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? നമ്മൾക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഡിവൈഎഫ്ഐ ആ പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പ്രേക്ഷകരോടാണ് ഇനി എനിക്കുള്ള മറുപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് നേരത്തെ ഒരു വിവാദം ഉണ്ടാവുകയും ആ വിവാദം ഉയർന്നപ്പോൾ പാർട്ടി ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തി ആ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി മാധ്യമപ്രവർത്തകരടക്കം വിതരണം ചെയ്തൊരു പ്രസ്ഥാനമാണ് BJP. അതൊന്നും ആരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആരോപണം ഉയർന്നപ്പോൾ അത് ചെയ്തു. വയസ്സുകളൊക്കെ തോനായില്ലേ, ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. ഇതേ കാര്യം കൊണ്ട് കോടതിയിൽ ചെന്നപ്പോൾ പബ്ലിക് ഡൊമൈനിലുള്ള ഒരു കാര്യത്തിന് വേണ്ടി കോടതിയുടെ സമയം മിനക്കെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി അരവിന്ദ് കെജ്രിവാളിന് പിഴയിട്ടത് എന്ന് ഡിവൈഎഫ്ഐയുടെ പ്രിയ സുഹൃത്ത് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ പ്രേക്ഷകർ മനസ്സിലാക്കണം. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. എന്തെങ്കിലും പുതുമയുള്ള ചോദ്യങ്ങൾ ഈ യുവാക്കൾക്ക് നേരിട്ട് ഇതുവരെ ഉന്നയിക്കാത്ത ചോദ്യങ്ങൾ, യുവാക്കൾക്ക് പ്രധാനമന്ത്രി വരുമ്പോൾ അവിടെ ഉന്നയിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ചോദ്യങ്ങൾ ഡിവൈഎഫ്ഐ ഉയർത്തുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ ചോദ്യത്തെ ചിലപ്പോ പലതരത്തിലും ഈ നിലയിലൊക്കെ അവതരിപ്പിക്കേണ്ടി വരും. അതൊക്കെ നിങ്ങളുടെ സ്ഥാപനത്തിന്റെയും പ്രശ്നങ്ങൾ. ഞങ്ങൾ ഉന്നയിച്ച 100 ചോദ്യവും വളരെയേറെ പ്രാധാന്യമുള്ള ചോദ്യമാണ്. ഇപ്പൊ എന്തായാലും ഡിവൈഎഫ്ഐയുടെ നേതാവിനെ ഇതുവരെ ഇന്ന് വരെയും ഇനി ഒരു 5 നൂറ്റാണ്ട് കഴിഞ്ഞാലും ഒരു പ്രധാനമന്ത്രി ഉണ്ടാകാത്തതുകൊണ്ട് താങ്കൾ ഇതിന് മറുപടി പറയേണ്ട.